അപ്പോൾ ഞങ്ങൾ പോണത് പങ്ക്ലെയർ വാട്ടർഫാൾസാണ്. അപ്പോൾ മേഘാലയത്തിൽ തന്നെ ഏറ്റവും ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരു ഹിഡൻ ആയിട്ടൊരു പ്ലേസാണ്, അവരങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് പങ്ക്ലെയർ വാട്ടർഫാൾസ്. ഇന്ന് അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഈ പങ്ക്ലെയർ വാട്ടർഫാൾസ് വരുന്നത് സൊഹാറ സൈഡിലാണ്. അപ്പോൾ സൊഹാറയിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്ററുള്ളൂ ഈ പങ്ക്ലെയർ വാട്ടർഫാൾസിലേക്ക്. അപ്പോൾ ഷിലോങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ടാവും ഈ പങ്ക്ലെയർ വാട്ടർഫാൾസിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഈ വീട്ടിലായിരുന്നു ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അവിടെ സമ്മതിച്ചില്ല. അവിടെ ആ പ്രദേശത്ത് മർഡർ നടന്ന കാരണം അവിടെ നിൽക്കുന്ന ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആരും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ സൊഹാറയിൽ പോയിട്ട് റൂം എടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇന്നലെ ലേറ്റായി, വേഷം തുടങ്ങി നിന്ന് ഇറങ്ങാൻ ലേറ്റായി. അപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ തീരെ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ റൂം എടുക്കേണ്ടി വന്നു. അപ്പോൾ പങ്ക്ലെയർ ലേശം കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ മാപ്പൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ പ്രദേശത്തെ ഒരു സ്കൂളാണത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൂടെയാണ് ഈ പങ്ക്ലെയറിലേക്ക് പോണ ഒരു വഴി. റോഡ് കുറച്ച് ഓഫ് റോഡാണ്, അധികം റോഡൊന്നുമില്ല. പിന്നെ ഇതൊരു ഗ്രാമമാണ്, ചെറിയ വഴിയാണ്. ചില സൈഡിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പങ്ക്ലെയറിന് ഡയറക്ഷൻ ബോർഡ്. അപ്പോൾ അത് നോക്കിയിട്ട് പോയിരുന്നു. പിന്നെ പാർക്കിങ്ങിന് ഫീ ഉണ്ട് 20 രൂപ, പ്ലസ് ടിക്കറ്റും ഉണ്ട് 50 രൂപ. അപ്പോൾ പങ്ക്ലെയർ വരുമ്പോൾ യു.പേ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഇവിടെ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ലിക്വിഡ് മണി ആയിട്ട് വരണം, എന്നാലേ ഇവിടെ എടുക്കുള്ളൂ. അപ്പോൾ ഒരു 2 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. ഒരു ചെറിയൊരു വഴിയാണ്, അപ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഈ പങ്ക്ലെയറിൻ്റെ അവിടെ തന്നെ വേറൊരു സ്പോട്ടുണ്ട്, ഗാർഡൻ കേവ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ സമയം കിട്ടിയാൽ ഞങ്ങൾ പോകും. ഞങ്ങൾക്കിന്ന് വേറൊരു പ്ലാൻ ഉണ്ട്, ഡബിൾ ഡക്കർ ബ്രിഡ്ജും കയറാനുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ നല്ലൊരു കുത്തനായിട്ടുള്ളൊരു ആർക്കാണ്. പിന്നെ ഒരു മല മൊത്തം ഇറങ്ങാനും ഉണ്ട് തോന്നുന്നുണ്ട്. മല ഇറങ്ങിയതിന് ശേഷമാണ് ആ ഒരു വാട്ടർഫാൾസ് വരുന്നത്. ഈ സൈഡിൽ കാണുന്ന ഇലയെന്ന് വെച്ചാൽ അതൊരു ഇഞ്ചി ആണെന്ന് പറഞ്ഞത്, ഇഞ്ചിയുടെ ഒരു ഇല എന്ന് പറഞ്ഞത്. അപ്പം ഇനി ചെറിയൊരു വഴികളാണ് പോകുന്നത്, ചെറിയ ഇടുങ്ങിയ ഒരു വഴിയാണ്. പിന്നെ ഇതുവരെ തന്നെ ഉണ്ടാക്കിയൊരു പാലമാണ് തോന്നുന്നു, കാരണം അവിടെ ഒരു മണ്ണൊന്നും ഇല്ലാത്ത കാരണം ഇവർ പാലം
ഉണ്ടാക്കിയാണ് ഒരു ചെറിയൊരു കമ്പൊക്കെ വെച്ചിട്ട്. അപ്പോൾ ചെറിയൊരു ഉറപ്പുണ്ട്. പിന്നെ മെല്ലെ വാ മെല്ലെ വാ നല്ല അധികം കളിക്കാക്കണേ പൊട്ട്. അപ്പോൾ ഇതാണ് പങ്ക്ലേർ വാട്ടർഫാൾസ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ എത്തി. അപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയിരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് 12 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. എന്നാലാണ് ഞങ്ങൾക്ക് ഡബിൾ ഡക്കർ ബ്രിഡ്ജ് വന്നിട്ടുള്ളൂ. ടൂർ വരുന്ന ആൾക്കാരുടെ ഇടയിൽ കാണും ഒരു ബാത്റൂം ഫ്രണ്ട്. നമ്മളെ ഇടയിൽ ഒരു ബാത്റൂം ഫ്രണ്ട് അതായിരുന്നു. എവിടെ പോയാലും നമുക്ക് തൂറാമുട്ടി വെള്ളമൊക്കെ എടുത്തിട്ട് പോകുന്നു. അല്ല തൂറിക്കോ ആ അവിടെ കല്ല ഇരുന്നോ ఇప్పుడు దూరంగా వెళ్ళి
അപ്പോൾ അതാണ് പങ്ക്ലെയർ. അപ്പോൾ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നല്ല ആഴമുണ്ട്. അപ്പോൾ കാണുന്ന പോലെ അല്ല. അപ്പോൾ നീന്താൻ അറിയുന്നവർ ഇറങ്ങുക, അല്ലാത്തവർ കയറിയിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ആരും അറിയുകയും ചെയ്യുക. അതൊരു ഏരിയ ആണ്, ശ്രദ്ധിക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അത്ര നാച്ചുറലായിട്ടൊരു ഫോൺ തന്നെയാണ് അത്. അപ്പോൾ അതെന്തായാലും വിസിറ്റ് തന്നെയാണ്. വെച്ചാട്ടുണ്ട് ചെറിയ വരുന്നത് ഇതിക്കും ഇതിന് കുറച്ച് അടിക്കുന്ന കൊണ്ട് പിന്നെ വേറെ സെപ്പറേറ്റ് അവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങൾ പങ്ക്ലെയറിൽ നിന്ന് ഇറങ്ങി. നേരെ ഡബിൾ ഡക്കറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ ഡബിൾ ഡക്കറിലേക്ക് ഞങ്ങൾ നേരെ തിരിക്കും. ഗ്രേവി, മോമോസ്, ഫ്രൈഡ് റൈസ്. ഈ ചിക്കൻ അത് ദോഷണ്ടാ അങ്ങനെ വായിക്കിട്ടോ. മോമോസ് ഉണ്ട്. അത് എടുക്കില്ലേ? ഇപ്പോൾ ഫ്രൈഡ് റൈസിന് 130, മോമോസിന് 80 രൂപ ഒരു പ്ലേറ്റിന്. അപ്പോൾ വെർത്താണ്, സാധനം വെർത്താണ്. തലമടിയല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ താലി അടിപൊളി.